ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. അപ്പോൾ അരി അരച്ച് വെറും 30 മിനിറ്റ് നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് വരണം. അതുവരെ കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 300 ഗ്രാം ശർക്കരയും അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് പാനിയായിട്ട് വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്കൊന്ന് അരി അരച്ചെടുക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അരിപ്പ വെച്ചതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് 2 പാളയംകോടൻ പഴമാണ്. ഞാൻ വലുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ പാളയംകോടൻ പഴമാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരി അരയ്ക്കുന്ന മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് അളന്ന് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ഒത്തിരി ആയിപ്പോവും. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഒരു ചെറിയൊരു തരി പോലെ അരച്ചെടുക്കണം. അപ്പോഴായിരിക്കും ഉണ്ണിയപ്പം നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുക. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് അളന്ന് ചേർക്കുക, അല്ല വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ശരിയാകത്തില്ല. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതിനകത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിട വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകണം. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ണിയപ്പത്തിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു ടീസ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എള്ള് ചേർത്തിട്ട് പെട്ടെന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതോടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിലേക്ക് തേങ്ങ വറുത്തതും എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ദോശമാവിൻ്റെ ഒരു പരുവായിരിക്കണം. ഇനി ഇത് നമുക്ക് ഒരു മൗൾഡിലേക്ക്, ഉണ്ണിയപ്പത്തിൻ്റെ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഇരുമ്പിൻ്റെ മൗൾഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നെയ്യ് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഈ ഉണ്ണിയപ്പം വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഹാർഡായി പോവും. അതുപോലെ ഒത്തിരി ലോ ഫ്ലെയിമിലാണെങ്കിൽ ഇതിൽ ഒത്തിരി എണ്ണയും കയറും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലൊരു കളറായി വരുമ്പോൾ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട. ഇത് നമ്മൾ തിരിച്ചിട്ട് ഫ്രൈ ആകുമ്പം കുറച്ചുകൂടി ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകും. അപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊരു ഡാർക്ക്. ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കളറ് ഡാർക്ക് കളറാകും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. എളുപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.